ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. സുഖത്തിനായി പ്രാർത്ഥിക്കും. ഇപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടാവും, ഇത്രയും ദിവസം ഈ മിസ് എവിടെ പോയിരുന്നു? ആരോഗ്യപരമായിട്ടും ശാരീരികപരമായിട്ടും കുറച്ച് അസുഖങ്ങളൊക്കെ ആയിട്ട് ഒന്ന് ബ്രേക്ക് എടുത്തതാണ്. എന്നെ മിസ് ചെയ്തു എല്ലാവർക്കും. ക്ലാസ് മിസ് ചെയ്തു. പലരും എന്നോട് PM-ലും ഇതിലൊക്കെ ചോദിച്ചു വരുന്നുണ്ട്, മിസ് ക്ലാസ് എടുക്കാറില്ലേ, എന്തു പറ്റി, എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആരോഗ്യപരമായിട്ടും മാനസികപരമായിട്ടും കുറച്ചൊന്ന് ഒരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു. നേരം വൈകിയിട്ടില്ലല്ലോ, കുറച്ചൊന്ന് ബ്രേക്ക് എടുക്കേണ്ടി വന്നിട്ടില്ലല്ലോ. സാരമില്ല, നമുക്ക് ഇനി ഇൻഷാ അല്ലാഹ് കണ്ടിന്യൂ ആയിട്ട് തന്നെ പോവാം. അതിനല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാല്, നമ്മളൊക്കെ ജീവിതത്തില് ഒരുപാട് പ്രശ്നങ്ങള് ഈ മനുഷ്യരായ നമ്മളെല്ലാവരും അനുഭവിക്കുന്നുണ്ടല്ലേ. ഡിപ്രഷൻ എന്നുള്ള ഒരവസ്ഥ. കാരണം ഈ ഡിപ്രഷൻ എന്നുള്ള അവസ്ഥ വരുന്ന സമയത്ത് നമ്മള് ഒരുപാട് പ്രയാസത്തിലായിരിക്കും. പക്ഷെ നമുക്ക് ഒരാളോട് അത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയില്ല. നമ്മൾ വല്ലാതെ ഇറിറ്റേഷനായ ഒരു അവസ്ഥ. ആരോടും പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയുന്നില്ല പല സന്ദർഭങ്ങളിൽ. ഒന്നാമത് ഡിസേബിൾഡ് ഉള്ള ആളുകളും കൂടിയായി വരുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ ഈ കുട്ടി പറയുന്ന എല്ലാ കാര്യത്തിനും നെഗറ്റീവ്സുകൾ കാര്യങ്ങളൊക്കെ വരാണ്. ഈ കുട്ടിയുടെ മനസ്സിൽ എന്നും ഒരു മൂകത. ഈ കുട്ടിക്ക് ഒരുപാട് ഏജ് ആയിട്ടുണ്ടാവും, 30-31 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും. ഈ കുട്ടിയുടെ മനസ്സിൽ എന്നും വരുന്ന ഒരു ചിന്ത വെച്ചാൽ, കാരണം ആ കുട്ടി പാരൻസിനോടൊക്കെ ഷെയർ ചെയ്യും, ഫ്രണ്ട്സിനോട്, പാരൻസിനോട്, ബ്രദേഴ്സിനോട്, എല്ലാവരോടും ഷെയർ ചെയ്യും. അപ്പം നീ എന്താണ് അഭിനയിക്കാണ്, നിനക്ക് അസുഖങ്ങളൊന്നുമില്ല, നമുക്കെന്താ അഭിനയിക്കാൻ എന്താണ്, നമ്മള് ഫിലിമിൽ അഭിനയിക്കണമെന്നല്ലല്ലോ. നമ്മളെ സിറ്റുവേഷൻ ഇതാണ്, നമ്മളെ അവസ്ഥ, നമ്മളുടെ മാനസിക ശാരീരിക മനുഷ്യരായ എല്ലാവർക്കും അവസ്ഥകള്, ശാരീരിക ബുദ്ധിമുട്ടുകള്, വൈകല്യങ്ങളൊക്കെ വരും. ഈ ഞാനൊരു ഡിസേബിൾ ആണല്ലോ എന്ന് വിചാരിച്ച് ആ കുട്ടി ഇങ്ങനെ പോയി പാരൻസും കൂടെ മനസ്സിലാക്കുന്നില്ല. കാരണം ഞാനൊരു എന്താ പറയാ, ഒരു ഡിപ്രഷൻ അവസ്ഥയിലേക്ക് ആ കുട്ടി തീർച്ചയായും മാറും. കാരണം ലൈഫില് എന്താ പറയാ, ലൈഫുമായി എന്താ പറയാ, ആ കുട്ടി എന്ത് കാര്യം പറഞ്ഞാലും ആ പാരൻസ് എതിര് പറയും. ഇപ്പം എന്തിനു പറയാം, ഒരു ഡ്രസ്സ് ഇട്ടാൽ അത് നിനക്ക് ചേരൂല. ചിലപ്പം ടെൻഷൻ അടിച്ചടിച്ച് മെലിഞ്ഞിട്ടുള്ള ഒരു കുട്ടിയായിരിക്കും. ഈ ഡ്രസ്സ് ഇട്ടാൽ നിനക്ക് ഓക്കെ ആവൂല, ഈ ഡ്രസ്സ് ഇട്ടാൽ നിനക്ക് മാച്ചില്ല, ഈ ഡ്രസ്സ് ഇട്ടാൽ നിനക്കൊരു ഭംഗി ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഒരു ജോലി വാങ്ങാൻ പോകുന്നു, നീ ഡിസേബിൾ അല്ലേ, നിനക്കിതൊന്നും ചെയ്യാൻ പറ്റൂല,
എനിക്ക് ഇപ്പൊ വൈകല്യമുള്ളൊരു കുട്ടിയാണ്, പഠനത്തിൽ പിന്നോട്ട് നിൽക്കുന്ന ആളാണെങ്കിൽ, നിനക്ക് നിനക്ക് എഴുതാനും വായിക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ, നിനക്ക് പറ്റൂല, നിനക്ക് ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റൂല കേട്ടോ, ഈ വേണ്ടാത്ത പണിക്കൊക്കെ എന്ന് പറയും. ഇപ്പൊ നമ്മള് ആരെ സപ്പോർട്ട് ചെയ്യും, ഇവരൊക്കെ ബോണ്ടിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളുമായിട്ടാണല്ലോ ഇവരിങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം കമ്പയറിങ്സ് നടത്തും. അപ്പൊ എല്ലാവരോടും ഇപ്പം ഈ കുട്ടിയുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. ഈ കുട്ടി അതൊരു ചില്ല് പാത്രത്തിൽ അടച്ചു വെക്കും. നമ്മുടെ മനസ്സിലുണ്ട് ഒരു ചില്ല് പാത്രം. അത് നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടോ? ചില്ല് പാത്രം, ചില്ല് കൂട് കണ്ടിട്ടുണ്ടോ? ചില്ല് കൂട് എന്ന് പറഞ്ഞൊരു സാധനം നമ്മുടെ മനസ്സാണ്. ചില്ലിന്റെ ഒരു കൂട് പോലെ നമ്മൾ കുറേ ചെറുപ്പകാലത്ത് അനുഭവിച്ച കുറേ പ്രശ്നങ്ങള്. ഇപ്പൊ ചിലവര് പിന്നെ പറയും, ചിലയിടത്തൊക്കെ ഞാൻ ക്ലാസ് എടുക്കാൻ പോയ സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, എന്താ പറയാ, പിന്നെ അതൊക്കെ ഒരു ചെറിയ പ്രശ്നമല്ലേ, അത് വിട്ടേക്ക്. അപ്പൊ ഈ ആളുടെ മനസ്സില് എന്നോ നടന്ന ആ പ്രശ്നം ഉണ്ടാവും ഈ കുട്ടിയുടെ മനസ്സിൽ. ആ പ്രശ്നവും ഈ പ്രശ്നവും കൂടെ ജീവിതത്തിലേക്ക് വരുമ്പം ഈ കുട്ടി ആകെ, കാരണം ഈ കുട്ടിയുടെ പാരൻസ് എന്ത് പറഞ്ഞാലും അംഗീകരിച്ച് അവർക്ക് ഈ കുട്ടി ഇതാവണം എന്നുള്ള, എൻ്റെ കുട്ടിക്ക് ഒന്നിനും പറ്റൂല, എൻ്റെ കുട്ടിക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല എന്നുള്ള ആ ഒരു മനോഭാവം. ഇപ്പം നടക്കാൻ കഴിയാത്തൊരു കുട്ടിയാണെങ്കിൽ എൻ്റെ കുട്ടിക്ക് ഒന്നിനും പറ്റൂലല്ലോ, എൻ്റെ കുട്ടിക്ക് എല്ലാത്തിനും പറ്റുമെന്ന് പറഞ്ഞ് മുന്നിലേക്ക് കൊണ്ടുവരേണ്ടതിന് പകരം ഈ കുട്ടീനെ ഒരു ഉപയോഗ വസ്തുവായി അവിടെ മാറ്റി നിർത്തുക. കാരണം ആ മാറ്റി നിർത്തലിലൂടെ ഈ കുട്ടിയുടെ മനസ്സിൽ, കാരണം ഈ കുട്ടി ഒന്ന് ടെൻഷനായിട്ട് ഒന്ന് കരയാൻ വരെ ഈ കുട്ടിക്കൊരു സ്വാതന്ത്ര്യം വീട്ടില് ഉണ്ടാവില്ല. ഈ കുട്ടി വല്ലാണ്ട് ഡിപ്രഷൻ അവസ്ഥയപ്പം ഈ കുട്ടിക്ക് ആ വീട്ടില് കുറച്ചാളുകള് കൂടുന്നൊരു വീടാണെങ്കിൽ ഈ കുട്ടിക്ക് വന്ന ഒരു ഈ കുട്ടിക്ക് ആരോടും പറയാൻ കഴിയുന്നില്ല. അപ്പം നീ പറയുമെന്ന് പറയുമ്പോ ഈ കുട്ടിക്കൊന്നും പറയാന് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ ഈ കുട്ടിക്ക് പറ്റുന്നില്ല. കുട്ടി എല്ലാവരോടും പറഞ്ഞു നോക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് ഇതാവുന്നുണ്ട്. പക്ഷെ അപ്പം ഈ കുട്ടിയുടെ കാര്യങ്ങൾ കുട്ടിക്ക് പറയാൻ കഴിയുന്നില്ല. അങ്ങനെ ഈ കുട്ടി വല്ലാതെ ഡിപ്രഷന്റെ ആ അവസ്ഥയിലേക്ക് പോകുന്ന സമയത്ത് നീ അഭിനയിക്കാണ് എന്നും കൂടെ ആ കുട്ടിയോട് പറയുമ്പം ഒന്ന് മനസ്സിലാക്കോ എന്ന് ചോദിച്ച, എന്താണ് ഈ മുടിയൊക്കെ പിടിച്ച് വലിച്ച് കളയുന്നൊരു അവസ്ഥ ഉണ്ട്. കാരണം ഈ കുട്ടി ഇങ്ങനെ ഈ ടെൻഷൻ വരുന്ന സമയത്ത് ഈ കുട്ടി മുടി ഇങ്ങനെ പിടിച്ച് വലിക്കും. അപ്പം ഈ കുട്ടിയുടെ തല വല്ലാണ്ട് മരവിക്കും. പിന്നെ ഇപ്പം ഒരു വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന ഒരു ആളുകളൊക്കെ ആണെങ്കിൽ, നീ ഒന്നും മിണ്ടാതിരിക്കുക, എന്നൊരു പരിപാടി ഇതാക്കിയാലും നിന്റെ ഈ ഇതുകൊണ്ട് പിന്നെ ഭയങ്കരമായിട്ട് ഞങ്ങൾക്കൊക്കെ ഇറിറ്റേഷൻ വരുന്നുണ്ട്, ഒരു പണി എടുക്കാൻ പറ്റൂല,
അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യാൻ സമ്മതിക്കൂല. ഈ സാധനത്തിനെ കൊണ്ടുള്ള ഒരു ഇടങ്ങേറ്, വല്ലാത്ത ശല്യം എന്നൊക്കെ പറയും. നമ്മളുടെ ആ കുട്ടിയുടെ ഒരു മനോഭാവം, കാരണം ഈ കുട്ടിക്ക് വല്ലാത്തൊരു ഇറിറ്റേഷൻ ഈ കുട്ടിയുടെ മനസ്സിൽ വന്നു. ഈ കുട്ടി എന്താ പറയാ, ആ കുട്ടി ആ ദിവസങ്ങളിലൂടെ ആ കുട്ടി കടന്നു പോയ അനുഭവങ്ങളൊക്കെ പറയുമ്പോൾ ചിലവർക്ക് എന്താ പറയാ, ചിലവർക്കത് പറയുമ്പോൾ എന്താ പറയാ, ഒരു എന്താ പറയാ, ഒരു നമ്മളെ കളിയാക്കുന്ന ഒരു രീതിയിലേക്കാണ് വരിക. നമ്മളെ കളിയാക്കുന്ന ആ കുട്ടിയെ ആ കുട്ടിയുടെ അവസ്ഥയാണ് ചില ആളുകൾ വിളിച്ച ആ കുട്ടിയുടെ പാരൻസിനോട് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ, കച്ചറ കച്ചറ എന്ന് പറയുമ്പോൾ ഈ കുട്ടിയുടെ അവസ്ഥയാണത്, അവസ്ഥയാണ്. ഇപ്പൊ ഈ കുട്ടി നല്ലോണം നോർമലായിട്ട് സംസാരിക്കുകയാണെങ്കിലും ഈ കുട്ടിയുടെ പാരൻസ് ഇങ്ങനെ ബഹളമൊക്കെ ഉണ്ടാക്കുന്ന കുട്ടിയുടെ പാരൻസിന് തോന്നാം ഈ കുട്ടി നല്ലോണം പറയുന്നതും ബഹള ആണ് എന്നാണ് തോന്നുന്നത്. കാരണം ജീവിതത്തില്, കാരണം ഈ കുട്ടി സഹിക്കുന്ന പ്രയാസങ്ങള് അത് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കണേ. ആ കുട്ടിയിലേക്കൊന്ന് ഇറങ്ങിച്ചല്ല, എന്താണ് നിന്റെ പ്രശ്നം എന്ന് ചോദിച്ചറിയാം. ഈ കുട്ടിയിലേക്കൊന്ന് ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ. അതിന് പലർക്കും സമയമല്ല. അവർക്ക് അവരുടെ എന്താ പറയാ, പാരൻസിന് പോലും കേൾക്കാനൊരു, ഈ കുട്ടിയിലേക്കൊന്ന് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാല് ഈ കുട്ടിയുടെ പ്രശ്നം എന്താണ് എന്നുള്ളത് മനസ്സിലാവും. ഈ കുട്ടിയിലേക്ക് ഇറങ്ങിച്ചെല്ലാതെ ഈ കുട്ടിയെ തന്നെ കുറ്റപ്പെടുത്തി കൊണ്ടുവന്നു കഴിഞ്ഞാല്, കുട്ടിയിലേക്ക് ഇറങ്ങിച്ചെല്ലാതെ ഈ കുട്ടിയെ തന്നെ നമ്മൾ നിരന്തരം ഇതാക്കി കഴിഞ്ഞാൽ, അതൊരു ഡിസേബിൾഡ് ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ, മീൻസ് നോർമൽ ആയിട്ടുള്ള ഒരാളാണ്, ഇവർക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ള ആ ഒരു ഇത് നമുക്കറിയാതെ ഈ കുട്ടിയെ നിരന്തരം അവരുടെ പാരൻസ് അല്ലെ റിലേറ്റീവ്സ് ഒന്ന് പരസ്പരം മനസ്സിലാക്കി കഴിഞ്ഞാല്, ആ കുട്ടിയിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാല് ആ കുട്ടിയുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാവും. ഇറങ്ങി ചെല്ലാതെ ഒരിക്കലും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കൂല, ഒരിക്കലും സാധിക്കൂല. ജീവിതത്തില് എവിടെങ്കിലും ആ കുട്ടി എത്തണം എന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഡിപ്രഷൻ എന്നുള്ള ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ആ കുട്ടി മാറണം. അല്ലാതെ നിങ്ങളെ എന്ത് ചെയ്തിട്ടും കുട്ടികാരി ആ കുട്ടിയിലേക്കൊന്ന് ഇറങ്ങിച്ചെന്ന് ആ കുട്ടിയുടെ പ്രശ്നങ്ങളെ പരിഹരിച്ചു കൊടുത്ത് ഈ കുട്ടിക്ക് എന്താണ് സംഭവിച്ചത് അല്ല, അവിടെ അവരും കൂടെ ഒരു യന്ത്രമായി മാറി നമ്മളെ വാക്കുകൊണ്ട് വേദനിപ്പിച്ചു കഴിഞ്ഞാല് വായിൽ നിന്നും വരുന്ന വാക്കുകള് ഇപ്പം നമ്മൾ പാരൻസ് ദേഷ്യം പിടിച്ചിട്ട് എന്തെങ്കിലും നമ്മളോട് പറയും, ഒരു വാക്ക് മതി ആ കുട്ടിയെ തളർത്താൻ, ആ കുട്ടിയുടെ മനസ്സ് തളരാൻ. അപ്പം നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇസ്മി ഷഹാന വയനാട്.